റവയും റാണിയും തമ്മിലും റോക്കറ്റും റോഡും തമ്മിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ബന്ധമുണ്ടോ? കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്, കുറച്ച് പേർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. എന്നാൽ ഉത്തരം പറയട്ടെ. ഈ വാക്കുകളെല്ലാം ആരംഭിക്കുന്നത് റാ എന്ന അക്ഷരത്തിലാണ്. ഹായ് കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. ലേൺ മലയാളം വിത്ത് വന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മളിന്ന് തുടങ്ങുകയാണ്. നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടാകുമല്ലോ. ഇനിയും ചിലർക്ക് മനസ്സിലായിട്ടില്ല. അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കൂടെ പോരാനാണ് പറഞ്ഞത്. ഇപ്പം മനസ്സിലായല്ലോ. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട നമ്മുടെ മലയാളം അക്ഷരോച്ചാരക ഭാഷയാണ്. അതായത് അക്ഷരം ശരിയായി ഉച്ചരിക്കണം. എഴുതി പഠിക്കുമ്പോൾ നമുക്ക് തന്നെ കേൾക്കാവുന്ന ഉച്ചത്തിൽ പറഞ്ഞെഴുതണം. ഒരു പടം വരയ്ക്കുന്നത് പോലെ പേജ് മുഴുവൻ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. അതാ പറഞ്ഞു വരുന്നത്. ഉച്ചരിച്ച് എഴുതിയാൽ മാത്രമേ വേഗത്തിൽ പഠിക്കാൻ പറ്റൂ. നമുക്ക് അക്ഷരം ഒന്ന് എഴുതി നോക്കിയാലോ. അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? റാ 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 റാ. പറഞ്ഞെഴുതുക റാ. മലയാള അക്ഷരത്തിൻ്റെ വടിവ്, ഷേപ്പ് നല്ല ഉരുണ്ടതാണ്. ഉരുട്ടി എഴുതുക. റാ റാ റാ. പറഞ്ഞെഴുതുക റാ 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 റാ. അങ്ങനെ ബുക്കിൻ്റെ 2 നിരയിൽ കോളത്തിൽ എഴുതുക. പറഞ്ഞെഴുതുക. 2ഓ 3ഓ നിങ്ങൾ എഴുതുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ അക്ഷരങ്ങൾ പഠിക്കുന്നതാണ്. ഇത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ മടി കൂടാതെ തുടങ്ങുക. റാ വരുന്ന വാക്കുകളാണ് റവ, റാണി, റേഡിയോ, റൊട്ടി, റോഡ്, റോക്കറ്റ്, റംബൂട്ടാൻ. ഇതെല്ലാം നിങ്ങൾക്ക് പരിചയമാണ്. ഒന്നുകൂടി പറയാം. റവ, റാണി, റേഡിയോ, റൊട്ടി, റോഡ്, റോക്കറ്റ്, റംബൂട്ടാൻ. ഇപ്പോൾ മനസ്സിലായല്ലോ റവയും റാണിയും തമ്മിലുള്ള ബന്ധം. റോഡും റേഡിയോയും റോക്കറ്റും എല്ലാമുള്ള ബന്ധം മനസ്സിലായല്ലോ. എല്ലാ വാക്കുകളിലും ആദ്യത്തെ അക്ഷരം ഏതാണ്? റാ. അപ്പോൾ നമ്മളിന്ന് പഠിച്ച അക്ഷരം റാ. എഴുതാനും വായിക്കാനും പഠിച്ചല്ലോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ അക്ഷരങ്ങൾ പഠിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വാക്കുകളെ പഠിക്കുന്നുള്ളൂ. താങ്ക് യു ചിൽഡ്രൻ. കുട്ടികൾ മാത്രമല്ല കേട്ടോ, എല്ലാ കൂട്ടുകാർക്കും. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്ന മാതിരി പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.